നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. ചവറ്റുകൂനയിൽ നിന്ന് കൂളത്തിലകൾ ശേഖരിച്ച് വർഷങ്ങളോളം ജീവിച്ച ദേവി കാളി എന്തിനായിരുന്നു ഈ കഠിന തപസ്? ഒരു ദിവസം ഭൂമിയിലെ ഭക്തർ മഹാദേവനെ എങ്ങനെ ആരാധിക്കുന്നുവെന്ന് കാണാൻ ദേവി പാർവതി സാധാരണ സ്ത്രീയുടെ വേഷത്തിൽ ഭൂമിയിലെത്തി. ഒരു പുരാതന ശിവക്ഷേത്രത്തിലിരുന്ന് ദേവി ഭക്തരെ നിരീക്ഷിച്ചു. ഭക്തിയോടെ അർപ്പിച്ച കൂവളത്തിലകൾ കണ്ടപ്പോൾ ദേവിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ സന്ധ്യയായപ്പോൾ ഒരു ഭൃത്യൻ ആ കൂവളത്തിലകൾ എല്ലാം വാരിക്കൂട്ടി ചവറ്റുകൂനയിലേക്ക് എറിഞ്ഞു. അത് കണ്ട പാർവതീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. മഹാദേവന് സമർപ്പിച്ച ആ ഇലകൾ ദേവി ഭക്തിയോടെ ഒന്നൊന്നായി പെറുക്കിയെടുത്തു. നാട്ടുകാർ പരിഹസിച്ചെങ്കിലും ദേവി ഒന്നും പറഞ്ഞില്ല. ഇലകളെ മഹാദേവന്റെ പ്രസാദമായി സ്വീകരിച്ച് കാട്ടിലേക്ക് നടന്നു. അവിടെ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം നിർമ്മിച്ച് കൂവളത്തിലകൾ മാത്രം ഭക്ഷിച്ച് കഠിന തപസ് ആരംഭിച്ചു. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. തപസ്സിന്റെ കാഠിന്യം കാരണം ദേവിയുടെ രൂപം കാളിയുടെ സ്വരൂപമായി മാറി. പക്ഷേ ദേവിയുടെ ഭക്തി മാത്രം കൂടുതൽ തേജസ്സോടുകൂടി ജ്വലിച്ചു നിന്നു. അപ്പോൾ മഹാദേവൻ ദേവിയെ പരീക്ഷിക്കാൻ ഭൂമിയിലെത്തി. മഹാദേവൻ വേഷം മാറി ദേവിയെ സമീപിച്ചു. ഈ രൂപത്തിൽ നിന്നെ ആരെങ്കിലും സ്നേഹിക്കുമോ? മഹാദേവൻ ചോദിച്ചു. ദേവി കാളി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. പുറം രൂപത്തെയല്ല, ഹൃദയത്തിലെ ഭക്തിയെയാണ് യഥാർത്ഥ സ്നേഹമെന്ന് കണക്കാക്കുന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ മഹാദേവൻ സ്വരൂപം പ്രാപിച്ച് സന്തോഷത്തോടുകൂടി തൻ്റെ ജടയിൽ നിന്നുള്ള ഗംഗാജലം ദേവിയുടെ മേൽ ചൊരിഞ്ഞു. ആ ഒരു നിമിഷം കൊണ്ട് കാളീദേവിയുടെ സ്വരൂപം അപ്രത്യക്ഷമായി. സൂര്യനെ പോലെ തിളങ്ങുന്ന ദേവി പാർവതിയുടെ ദിവ്യരൂപം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഭക്തിയുടെ ശക്തിക്ക് മുൻപിൽ മഹാദേവൻ പോലും തലകുനിച്ച കഥയാണിത്. ഓം ഗൗരി ശങ്കരായ നമഃ. നന്ദി, നമസ്കാരം.